ശ്രീനിജൻ, ഞങ്ങൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് 2020 BJPയുമായി അടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരം ചർച്ചകളിൽ പ്രതിഷേധിച്ചാണ് അവരുടെ മുൻ കോർഡിനേറ്റർ കൂടിയായ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയായ അഷ്റഫ് പാറേക്കാടൻ രാജിവെച്ചത്. ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. താങ്കൾക്ക് എന്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇത്തരമൊരു അലയൻസ് ഉണ്ടായാൽ അത് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുമോ? ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത ഒരു അത്ഭുതവും എന്നെ എടുത്തുന്നില്ല. കാരണം ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 2020 BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരം ചർച്ചകളും ഇത്തരം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഉദാഹരണം, ഇവരുടെ പാർട്ടിയിൽ നിന്ന് ഈ അടുത്ത് വിട്ടുപോയ 7 പേര് ഇന്നിപ്പോ AY ജോസ് ഇതിപ്പോ അഫ്സലിന് മുമ്പ് ഉള്ള 2020യുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു. അദ്ദേഹം അടക്കം ഇന്നിപ്പോ അദ്ദേഹം AY ജോസ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ 7 പേര് ഇപ്പൊ BJPയുടെ വിവിധ തലങ്ങളിലേക്ക് 2020യിൽ പ്രവർത്തിച്ച ആളുകൾ BJPയുടെ വിവിധ തലങ്ങളിൽ ഇപ്പോ വളരെ വ്യക്തമായിട്ടുള്ള ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ ഗോപകുമാർ DJDSന്റെ ഒരു പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇപ്പൊ 2020യുടെ വൈസ് പ്രസിഡന്റായി. അപ്പൊ ഇവരുടെ ഒരു വ്യക്തമായിട്ടൊരു ധാരണ അടുത്ത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP 2020 സഹായിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2020 BJPനെ സഹായിക്കുന്ന തരത്തിലേക്കൊരു ധാരണ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയം. മാത്രവുമല്ല, സാബുവിന്റെ അടുത്ത കാലത്തുള്ള പ്രസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് BJPനെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒരു തരത്തിൽ പോലും അദ്ദേഹം വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ വ്യവസായ നയങ്ങൾ രൂപീകരിക്കുന്ന ഉന്നതതല സമിതിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ശ്രീ സാബു M ജേക്കബിനെ നോമിനേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ട്. അപ്പൊ ഇത്തരം ധാരണകൾ വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് 2020യിൽ നമുക്കറിയാം ന്യൂനപക്ഷ സമുദായങ്ങളാണ് കൂടുതൽ 2020യിലെ അണികള്. പക്ഷെ BJP മുന്നോട്ട് വെക്കുന്ന സംഘപരിവാർ അജണ്ടകളുമായിട്ട് സത്യത്തിൽ സാബു ജേക്കബ് തന്റെ സ്വന്തം അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇപ്പോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ വ്യവസായ താല്പര്യത്തിന് വേണ്ടിയും ഒരു പാർട്ടിയെ മുന്നിൽ നിർത്തി അദ്ദേഹം ഇപ്പോ വില കുറഞ്ഞ രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവരുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളെ ഇപ്പൊ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. നേരത്തെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ അവര് മുന്നോട്ട് വെച്ച ആശയത്തിന് വലിയ പ്രതികരണം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ സൗജന്യമായിട്ട് 1-2 മാസം ഇലക്ഷൻ വരെ ഇപ്പൊ സൗജന്യ കിറ്റുകൾ കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഇലക്ഷൻ വരെ മാത്രമേ ഉള്ളൂ. ഞാൻ 2020 എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുന്നയോ അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇതേപോലെ സൗജന്യ കിറ്റുകൾ, ഇപ്പൊ കൊടുക്കുന്ന സൗജന്യ കിറ്റുകൾ കൊടുക്കാൻ സാബു ജേക്കബും 2020യും തയ്യാറാകുമോ എന്ന് ഒന്ന് വ്യക്തമാക്കണം. അപ്പൊ ഇതെല്ലാം അണികളെ പിടിച്ചു നിർത്തുന്നതിനും ആളുകളിലേക്ക്, ഇപ്പൊ ഡാനി പോൾ നേരത്തെ സംസാരിച്ചത് കേട്ടു, കിഴക്കമ്പലം മോഡൽ, അങ്ങനെ ഒരു മോഡൽ ഇല്ല. അത് ശുദ്ധ തട്ടിപ്പാണത്. കിഴക്കമ്പലത്ത് നിങ്ങൾ വന്നറിയാം, കിട്ടുന്ന പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് ഈ സാബു ജേക്കബിന്റെ ഫാക്ടറി അടക്കം നികുതി കൊടുക്കുന്ന ഫണ്ടുകൾ മുഴുവൻ അവിടുത്തെ ഒരു പദ്ധതിക്കും ചെലവാക്കുന്നില്ല. അവര് മുഴുവൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിന്റെ ഇൻട്രസ്റ്റ് പഞ്ചായത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് അതിന്റെ ലെവലിലേക്ക് ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ കോർഡിനേറ്റർ സാബു ജേക്കബും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പൊ BJPയുമായിട്ടും സംഘപരിവാറുമായിട്ടുള്ള അജണ്ട ഇപ്പൊ മണിപ്പൂരിലടക്കം ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘപരിവാർ വേട്ടയാടിയപ്പോ അതിൽ ഒരക്ഷരം പോലും പൗരത്വ പ്രശ്നത്തിനടക്കം ഒരക്ഷരം പോലും ഉരിയാടാത്ത സാബു ജേക്കബ് എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് ഇപ്പോ കാര്യങ്ങൾ കൂടുതൽ, അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ചാനൽ പുറത്തുവിട്ട ഈ വാർത്തയോട് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. ഇത് സംഘപരിവാറിന്റെ B ടീമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, PV ശ്രീനിജൻ, നമുക്കറിയാം 2020 എതിർക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ശ്രീനിജൻ. പലപ്പോഴും പല കാര്യങ്ങളിലും അവർ പരസ്പരം ഏറ്റുമുട്ടാറുള്ള ആളുകൾ കൂടിയാണ് സാബുവും ജേക്കബും PV ശ്രീനിജനും. അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ 2020യിൽ നിന്ന് പോകാനും ഇത്
2020 തകർച്ചയ്ക്കും കാരണമാകും ഈ അലയൻസ് എന്നുള്ളതാണ്. അഷ്റഫ് പാറേക്കാടൻ, ഈ നേരത്തെ പറഞ്ഞ പോലെ 2020 വോട്ട് ബേസ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. അതൊരു പുതിയ സന്ദേശമായിരുന്നു. അവർക്ക് പഞ്ചായത്തുകൾ അധികാരം പിടിക്കാൻ സാധിച്ചു, സീറ്റുകൾ നേടാൻ സാധിച്ചു. ഈ BJP-യുമായി ചേരുന്നതോടുകൂടി ഈ പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീനിധൻ പറയുന്നത് പോലെ അത് 2020-യുടെ തകർച്ചയ്ക്കുള്ള തുടക്കമാകുമെന്ന് കരുതുന്നുണ്ടോ, അതോ കുറച്ചുകൂടി ഈ അലയൻസ് കൊച്ചി പോലെയുള്ള സ്ഥലത്ത് പുതിയൊരു സമവാക്യം സൃഷ്ടിക്കുമോ? ഇതിപ്പോൾ പ്രത്യക്ഷത്തിലൊരു സഖ്യത്തിൽ ഇവർ ഏർപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ച വരുമ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത് തന്നെ. അപ്പോൾ പ്രത്യക്ഷത്തിലൊരു ചർച്ച, ഇങ്ങനെ ഒരു സഖ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയാം ഞങ്ങൾ BJP-യുടെ ഒപ്പമല്ലെന്ന് പറയാം. BJP-ക്കും പറയാം ഞങ്ങളൊരു പ്രതിപക്ഷമായിട്ടാണ് കാണുന്നതെന്ന് പറയാം. അപ്പോൾ BJP വോട്ടുകൾ എത്തി കാലക്രമേണ ഇവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു കഴിയുമ്പോൾ BJP, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, BJP-ക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് വേണം, ഒരു ജനപിന്തുണയുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു പാർട്ടി വേണം. അപ്പോൾ BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതുക്കെ ആണെങ്കിലും 2020 അങ്ങനെ ഒരു പാർട്ടിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2020-യിലേക്ക് BJP വോട്ട് ബൾക്കായിട്ട് പോകുന്നതിനെ അവർ എതിർക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ വോട്ട് ഷെയർ കുറയുമ്പോൾ 2020-ക്ക് പോകുമ്പോൾ അത് ചർച്ച ചെയ്യണമല്ലോ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ പറ്റി എപ്പോഴും വിമർശനം നടത്തുന്നുണ്ട്. ഇപ്പോൾ 2022-ൽ നിങ്ങളൊക്കെ മറന്നൊരു കാര്യമുണ്ട്. 2022-ൽ കിഴക്കമ്പലത്ത് സാബുവിൻ്റെ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാൾ വന്നുകൊണ്ട് ഒരു അലയൻസ് പ്രഖ്യാപിച്ചു. അതായത് ഒരു പ്രോഗ്രസീവ് വെൽഫെയർ അലയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 2022 ഡിസംബറിൽ പ്രഖ്യാപിച്ചു. ഒരു വർഷം തികയുമ്പോൾ തന്നെ 2023 ഡിസംബറിൽ ആ ഒരു സഖ്യം ഏകപക്ഷീയമായിട്ട് സാബു ജേക്കബിന്റെ പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് അവർ പിൻവലിക്കുകയാണ്. പിന്നീട് അവർ പറഞ്ഞതൊരു കാര്യം, ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്നാണ്. പക്ഷേ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർച്ച് മാസത്തിലാണ് 2024 മാർച്ച് മാസത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ BJP അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട്, ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയുകൊണ്ട് ഈ സന്ദേശം BJP നൽകിയത് കൊണ്ടാണ് ഈ പിന്മാറിയെന്നത് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ എന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുന്നത്, ഇന്ത്യ സഖ്യത്തിനെ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നത് BJP-ആണ്. അതെന്തിനാണ്, ആ ഒരു കാര്യം എന്തിനാണ് സാബുവും ജേക്കബിന്റെ ചർച്ചകളിൽ, സാബുവും ജേക്കബിന്റെ മീറ്റിങ്ങുകളിൽ ഇന്ത്യ സഖ്യം എന്ന് എടുത്തെടുത്ത് പറയുന്നത്? അപ്പോൾ BJP-യെ പ്ലീസ് ചെയ്ത് നിർത്തിക്കൊണ്ട് BJP-യുടെ മാക്സിമം വോട്ടുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാങ്ങാമെന്നുള്ള ഒരു ഉദ്ദേശം സാബുവും ജേക്കബിനുണ്ട്. മറു ഉദ്ദേശം, ഈ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ UDF-നെയും LDF-നെയും പ്രതിരോധത്തിലാക്കാം അവർക്ക്. അങ്ങനെ വരുമ്പോൾ UDF ആയിട്ട് മറുഭാഗത്ത് ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ച 2 സീറ്റുകൾ വരെ എത്തിയെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. അത് പിന്നീട് മാറി അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒപ്പം ഈ സഖ്യം ചേരണം. ഇപ്പോൾ ഇൻ കേസ് UDF ആയിട്ട് സഖ്യം വന്നാൽ പോലും അവരുദ്ദേശിക്കുന്ന ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് അല്ല. 5 കൊല്ലം കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോകും. അതായത് ആത്യന്തികമായി പറഞ്ഞാൽ സാബുവും ജേക്കബിന് ഒരു വലിയ ഒറ്റകക്ഷിയായിട്ട് കേരളത്തിൽ മാറണം. മറുഭാഗത്ത് BJP-ക്ക് സാബുവും ജേക്കബിനെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ ഒരു രാഷ്ട്രീയം, ഒരു പിടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും തന്റെ വ്യവസായം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലുള്ള ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായും BJP-യുമായി അടുക്കുന്നത് ആ തരത്തിൽ കൂടി സാബുവും ജേക്കബിന് വലിയ ഗുണം ചെയ്യും, സംശയമില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെ ബാക്കപ്പ് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ തരത്തിലുള്ള ബന്ധമുണ്ട്. അമിത്ഷായായിട്ടും മോദിയായിട്ടും ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സാബുവും ജേക്കബ്. അപ്പോൾ അത് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യമാണ് സാബുവും ജേക്കബിന്റെ. അപ്പോൾ ഇതിന്റെ എല്ലാം സഹായം വേണം. അത് മാത്രമല്ല, ED പോലെയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും സാബുവും ജേക്കബ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കോർപ്പറേറ്റിന്റെ സ്ഥാപനത്തിലേക്ക് വരരുത്. ഇപ്പോൾ മറുഭാഗത്ത് ഇപ്പോൾ കേരള സർക്കാർ ഏജൻസികൾ, വിജിലൻസ് പോലുള്ള ഏജൻസികൾ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സാബുവും ജേക്കബ് വലിയ, അതായത് ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർശനവും നടത്തിയാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സാബുവും ജേക്കബ് ഉണ്ടാക്കും. ശ്രീ ഗോപകുമാർ, ശ്രീ അഷ്റഫ് രാജിവെച്ചത് 2020-യും BJP-യുമായുള്ള അലയൻസ് ചർച്ചകൾ പുരോഗമിക്കുന്നുള്ള തരത്തിലാണ്. അത്തരം എന്തെങ്കിലും നീക്കമുണ്ടോ? അത്തരം എന്തെങ്കിലും ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ടോ ഗോപകുമാർ? ഇത് വെറും ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ, ആരോപണമാണ്. കാരണം ഇത് CPM-ഉം അസ്ലഫുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. കാരണം അസ്ലഫ് നേരത്തെ CPI-യിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദേശാടന പക്ഷി എന്ന പോലെ 2020-ൽ ആകെ വന്നിരിക്കുന്ന ഒരു മീറ്റിങ്ങിനാണ്. അപ്പോ ഇദ്ദേഹം ആലുവ നിയോജക മണ്ഡലത്തിലെ ചാർജുള്ള ഒരു കോർഡിനേറ്റർ എന്ന രീതിയിലാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രീനിജനും അസ്ലഫും അതുപോലെ CPM-ഉം തമ്മിൽ പറയുന്ന ഒരു ഗൂഢാലോചന എന്നതിലുപരിയായിട്ട് ഇതിൽ യാതൊരു വസ്തുവില്ല. കാരണം ഇത് നമുക്കറിയാം, കുന്നത്തുനാടിന് പുറത്ത്, ഇപ്പൊ കുന്നത്തുനാട്
ശ്രീനിജനാണെങ്കിലും അല്ലെങ്കിൽ CPM ആണെങ്കിലും ഈ പറയുന്ന BJP ആണെങ്കിലും ഒരു ശക്തിയല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കുന്നത്നാടിന് പുറത്തു പോകുമ്പോൾ നമ്മൾ പാർട്ടി വളരുമ്പോൾ ഇന്ന് കേരളത്തിൽ മുഴുവൻ ചൂടുറപ്പിക്കുമ്പോൾ 2020യോടൊപ്പം ജനങ്ങൾ ഈ രാജ്യത്ത് വികസനം വേണം, അല്ലെങ്കിൽ ഈ നാട്ടിനെ ഭാവി തലമുറയ്ക്ക് ഒരു വികസനം വേണം, അല്ലെങ്കിൽ അവരുടെ ജീവിതം സംരക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ വരുന്ന പ്രവർത്തകർ ഇന്ന് 2020യോടൊപ്പം അണിനിരക്കുകയാണ്. അപ്പൊ അതിനെ ഏത് വിധേനയും തകർക്കുക അല്ലെങ്കിൽ നമ്മുടെ മുന്നേറ്റം അത് തടയുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ CPM അല്ല, BJPയുമായി അടുക്കുകയാണെങ്കിൽ നമുക്കറിയാം BJP കേരളത്തിൽ വലിയ വേരൂന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നവരാണ്. ദേശീയതലത്തിൽ BJPയുടെ പ്രസക്തിയും ശക്തിയും എത്ര നമുക്കറിയാം. BJPയോട് ചേരുന്നത് കൊണ്ട് 2020ക്ക് എന്താണ് കുഴപ്പമെന്നാണ് താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് 2020 തകരുന്നത്? അല്ല, ശൂന്യതയിൽ നിന്നൊരു വാർത്തയുണ്ടാക്കി ഇപ്പൊ ന്യൂസ് 18 പോലെയുള്ള ഒരു ചാനൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വേണ്ടേ? കാരണം BJP ആയിട്ടോ നമ്മളോ അല്ലെങ്കിൽ BJPയിൽ നിന്ന് ആരെങ്കിലും നമ്മളോടോ ഒരു ചർച്ചയോ അതിന്റെ ഒരു ആലോചന പോലും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് ഇന്നലെ രാജിവെച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വാർത്തയുടെ പുറകിൽ പോകുന്ന ന്യൂസ് 18ന്റെ ഈ വാർത്താ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയോ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഈ നിമിഷം വരെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആളുകളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാക്കിക്കുക, അല്ലെങ്കിൽ 2020യോടൊപ്പം ചിന്തിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന പ്രവർത്തകരുടെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക, അത് CPMന്റെ ഒരു കപട ആലോചനയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം വാർത്തകൾക്കൊന്നും യാതൊരു ഗൗരവവും കൊടുക്കേണ്ടതില്ല. നമ്മളുടെ പാർട്ടി ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം 4 മുനിസിപ്പാലിറ്റി കൊച്ചിയിലെയും അതുപോലെ തന്നെ പിറവം പോലെയുള്ള മുനിസിപ്പാലിറ്റികളിലും 60ഓളം പഞ്ചായത്തുകളിലും 1600 സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. മറ്റു പാർട്ടികൾ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പോസ്റ്ററുകളും മറ്റുള്ള അനൗൺസ്മെന്റും പ്രചരണങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വേവലാതി പൂണ്ട CPMന്റെ ഒരു ഗൂഢാലോചന മാത്രം, അതിന് അസ്ലഫിനെ പോലെയുള്ള ഇതുപോലെയുള്ള ദേശാടന പക്ഷികളെ അവർക്ക് കിട്ടുമായിരിക്കും. അത് അത്രമാത്രം ഗൗരവമേ അതിന് കൊടുക്കേണ്ടതുള്ളൂ. 2020 പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി നാടിന് വേണ്ടി ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ശരി ഗോപകുമാർ, ഡാനി ഇപ്പോൾ തുടരുന്നുണ്ടായെന്നാണ് മനസ്സിലാകുന്നത്. ഡാനി, ഗോപകുമാർ നമുക്കറിയാം വളരെ ഈ 2020 പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷെ അപ്പോഴും അഷ്റഫ് അടക്കമുള്ള ആളുകൾ പറയുന്നത് പരസ്യമായൊരു സഖ്യമല്ല, രഹസ്യമായൊരു ധാരണ സംഭവിച്ചേക്കാം എന്നാണ്. രഞ്ജിത്ത്, ആ രീതിയിലാണ് ഇപ്പോൾ അഷ്റഫ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം അത് ഒരിക്കലും മറ്റ് 2 പേർ ഇപ്പോൾ DCC ഭാഗത്തു നിന്നാണെങ്കിലും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് 2020യുടെ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു അഭിപ്രായം കൃത്യമായി അവർ പറയുമ്പോൾ പോലും അതിലൊരു മൃദു സമീപനം തന്നെയാണ്, ഒരിക്കലും തള്ളി പറയുന്നില്ല എന്നത് തന്നെയാണ് BJP അതിൽ നിലപാടിൽ വ്യക്തമാക്കുന്നത്. കാരണം ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നതല്ല, അത് സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ അത്തരം ബഹുമാനങ്ങളൊക്കെ ഉള്ളതും നല്ലത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്, പ്രാഥമികമായ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ രാജിവെച്ച് പുറത്തു വന്ന അവരുടെ കോർഡിനേറ്റർ തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ കൂട്ടുകെട്ടുകൾ എന്നെല്ലാം തന്നെ പറയുന്നത്. BJP കഴിഞ്ഞ 5 സീറ്റുകൾ നേടി വളരെ നിർണായകമായ ഒരു ശക്തിയാവുന്നു. കഴിഞ്ഞ തവണ 6 സീറ്റുകളിലോളം തന്നെ അവർ 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുമ്പോൾ കൂടുതൽ സീറ്റുകൾക്കുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. സാധ്യമാകുന്ന എല്ലാ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെ BJPയും പറയുന്നു. ചർച്ചകളുടെ ഒരു രൂപമോ ചർച്ചകളുടെ ഒരു ക്രമമോ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ കൂടി അതുകൊണ്ട് ഇത്തവണ ഉണ്ടാക്കുന്ന ഏതൊരു കൂട്ടുകെട്ടും അല്ലെങ്കിൽ ഒരു ധാരണകളും ഇത് കൊച്ചി കോർപ്പറേഷനിലെ ഭരണം നിർണ്ണയിക്കുന്നതിൽ തീർച്ചയായും വലിയ ഭാഗതയും അത് നിർണ്ണയിക്കുകയും ചെയ്യും എന്ന കാര്യത്തിലും സംശയമില്ല. 74 സീറ്റുകളിൽ നിന്ന് 76ലേക്ക് മാറിയെങ്കിലും മത്സരം വലിയ കടുപ്പത്തിലേക്ക് തന്നെ പോകുന്നു. അത് പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന ഈ വാർത്തകളോട് 2020 കൂടി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് BJPയുമായ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ധാരണയിലേക്ക് നീങ്ങുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഭരണം ആർക്ക് എന്നത് നിശ്ചയിക്കുന്നത് ഈ ഒരു ധാരണകൾ തന്നെയായിരിക്കും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ഈ ചർച്ചകളുടെ പുരോഗതി എങ്ങനെയാണ് എന്നുള്ളത്.